സമയമായിരിക്കുന്നു. എന്റെ പറച്ചിനി കഥ മുത്തപ്പ മിന്നിച്ചേക്കണേ. ഇത്തവണ ഞാൻ പ്രിപ്പയർ ആയിട്ട് തന്നെ വന്നേ. വാ നീ മാസാടാ. നമ്മുടെ സിനിമ സൂപ്പർ ഹിറ്റ് ഉറപ്പിച്ചു. ഡയറക്റ്റഡ് ബൈ നാഗ് അശ്വിൻ. അണ്ണ ഐ സല്യൂട്ട് യു. എന്തൊരു പടമാണ് എടുത്ത് വെച്ചേക്കണ. ഞാൻ ഇത് ഇടേ 600 കോടി രൂപയിൽ 1 രൂപ അങ്ങനെ വേസ്റ്റ് ചെയ്തിട്ടില്ല. 1 രൂപ. നേരാണോ പൂക്കുഞ്ഞെ? എന്നെ വെറുതെ ആശിപ്പിക്കരുത്. उसको क्या पूछ रहा है? मेरे को पूछना मेरे को. കൽക്കി 2898 AD നാഗ് അശ്വിൻ എന്നടാ പണി വെച്ചിരിക്കറ. അന്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മാണ്ടം. ബാക്കി ഇപ്പൊ വരും മേറ്റി. ആ പടം തുടങ്ങി ഇങ്ങനെ വന്ന് പ്രവാസിന് ഇൻട്രോഡക്ഷൻ അയ്യേ ഇത് കൊണ്ട് നശിപ്പിച്ചല്ലോ. ഒരു മാറ്റവും ഇല്ലല്ലോ. ആ ഒരു ഏരിയ ഒഴിച്ച് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പടം വൻ ഹൈ ആണ്. കോമഡിയും അതേപോലെ തന്നെ പുരാതനമായിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോ കാര്യം ചെയ്ത് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം വേണ്ടേ? ട്വിസ്റ്റ് നീ എല്ലാ സിനിമകളും പോയി കാണാറുണ്ടല്ലേ? ദീപിക പതുക്കം വരുന്ന അത്രയും സമയത്തും സിനിമ ഇങ്ങനെ സ്ലോ ആയിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് തുടക്കത്തിൽ അമ്മ എന്നുള്ള വിളിയാണ് നമ്മൾ കൂടുതലും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സിനിമ പക്ഷേ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതൊരു ബിഗിനിങ് ആണ് എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. 2 മിനിറ്റ് കൊണ്ട് ഞാൻ എന്തോ സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടി. കൽക്കി 2898 AD is just outstanding. വേറെ ലെവൽ പടം. അപ്പൊ നടക്കട്ടെ, നല്ല ഇടിവെട്ടായി. അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് മാരകം. പിന്നെ കലക്കി കളഞ്ഞില്ലേ? പൊരിഞ്ഞ പടം. ഒരു രക്ഷയില്ലാത്ത സിനിമ. യുദ്ധത്തിൽ കേവലം മൃത്യുവാണ് ജയിക്കുന്നത്. ഇതിവിടെ അതിന്റെ ദപ്പുറത്ത് എല്ലാ വീടുകളും